ഒരാൾ 4 പേനകൾ വാങ്ങിയപ്പോൾ ഒരെണ്ണം സൗജന്യമായി ലഭിച്ചു എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ സാധാരണ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ വാങ്ങിയ വില × 100 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. പക്ഷേ നമുക്കത് ഇവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്കിവിടെ വാങ്ങിയ വിലയില്ല, വിറ്റ വിലയില്ല, ഒന്നും തന്നെ ഇല്ല. ഇവിടെ ആകപ്പാടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരാൾ 4 പേന മേടിച്ചു, അപ്പോൾ ഒരെണ്ണം സൗജന്യമായിട്ട് ലഭിച്ചു എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ചോദ്യത്തിൽ ഡിസ്കൗണ്ട് ശതമാനം എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ആദ്യം നമുക്ക് എത്ര എണ്ണമാണോ സൗജന്യമായി ലഭിച്ചത് അതെടുത്ത് എഴുതുക. നമുക്കിവിടെ ഒരെണ്ണമല്ലേ സൗജന്യമായിട്ട് ലഭിച്ചത്, ആ ഒന്ന് എഴുതുന്നു. ഡിവൈഡഡ് ബൈ നമ്മളൊരു പേന മേടിക്കണമെങ്കിൽ എന്തായാലും കടയിൽ പോകണ്ടേ? അപ്പോൾ കടയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര പേനയുണ്ടെന്ന് നോക്കുക. അതായത് 4 പേന നമ്മൾ മേടിച്ചു, അതിനോടൊപ്പം നമുക്ക് ഒരെണ്ണം സൗജന്യം കിട്ടിയില്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടൽ എത്ര പേനയുണ്ട്? നമ്മൾ കടയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ 5 എണ്ണം ഉണ്ട്. ആ 5 എടുത്ത് ഛേദത്തിൽ കൊടുക്കുക. നമുക്കിവിടെ ശതമാനമല്ലേ കണ്ടുപിടിക്കേണ്ടത്, അതുകൊണ്ടൊരു ഗുണം 100 കൂടെ ഇട്ട് കൊടുക്കുക. കാര്യം കഴിഞ്ഞു. ഈക്വൽ ടു 100/5 എന്നാവുന്നു. ഈക്വൽ ടു 100/5 എത്രയാണ്? 10% ശതമാനമാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി.